രതി സാർ, വന്ദേമാതരം ആലപിക്കുന്നതിനായിട്ട് നമുക്ക് കോൺഗ്രസിന്റെ ഒരു നിലപാട് നമുക്കറിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന ഗവൺമെന്റിലും വന്ദേമാതരം പാടിയിരിക്കുകയാണ്, കേരളം ഒഴികെ. എന്താണ് സാർ ഈ ഒരു നിലപാടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്ക് തോന്നണത് മറ്റേ കഴിഞ്ഞ പ്രസ് മീറ്റില് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു 15-ാം തീയതി കാണാം എന്ന് പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ വന്ദേമാതരം ആലപിക്കൂല എന്ന് കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞു. സർക്കാരിന്റെ സർക്കാർ നയമുണ്ടെന്ന് പറഞ്ഞു. നയമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു വിസ്മയം തരാമെന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും എന്ന്. പുള്ളിക്കറിയായിരിക്കും ബാക്കി എല്ലായിടത്തും പാടും, അപ്പൊ നമ്മൾ മാത്രം പാടാതിരിക്കും. യഥാർത്ഥത്തിൽ അകലെ അറിയേണ്ടത് ഇതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കണം. ഉം. വന്ദേമാതരം മുഴുവനായി പാടണം എന്ന് പറഞ്ഞ് ഒരു ഡയറക്ഷൻ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം ഇറക്കി. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം ഇറക്കിയപ്പോൾ അതിനെ നഖശികാന്തം എതിർത്തത് കോൺഗ്രസ് ആണ്. കാരണം ഈ വന്ദേമാതരത്തിന്റെ 6 സ്റ്റാൻസകളിൽ 2 സ്റ്റാൻസ പാടിയാൽ മതി, ബാക്കിയുള്ള സ്റ്റാൻസകളിൽ പലതും ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർത്ത് വെക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് പാടാൻ വേണ്ടി നിർബന്ധിക്കുന്നത് തന്നെ RSSന്റെ ഒരു പ്രത്യേക അജണ്ടയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് തീരുമാനിച്ചതല്ല. ജവഹർലാൽ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ഒക്കെ കാലത്ത് 1937 കൽക്കട്ട കോൺഫറൻസ് നടക്കുമ്പോൾ, സമ്മേളനം നടക്കുമ്പോൾ അവിടെ വെച്ച് തീരുമാനിക്കപ്പെട്ടൊരു കാര്യമാണ്. അതിനുശേഷമാണ് ഈ അത്രയും മതി എന്ന് തീരുമാനിച്ചത്. അത് പാടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ ഉപമിക്കുന്ന വരികളാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാടാണത്. അതായത് ഏതാണ്ട് 90 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന നിലപാടാണ് ഈ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത്. അതിനെതിരെയാണ് ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നത്. വന്ദേമാതരം പാടുന്നതിനെതിരെ കോൺഗ്രസ് എല്ലാ കാലത്തും നിലപാടെടുത്തു. പക്ഷെ ഇവിടെ VD സതീശൻ ഗവൺമെന്റ് അധികാരം പറ്റപ്പോൾ വന്ദേമാതരം മുഴുവൻ പാടി. അതിനുശേഷം ഇപ്പൊ സംഭവിച്ചേക്കണത് അഖില പറഞ്ഞതിനേക്കാൾ രസകരവും ഗുരുതരവുമാണ് കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ്, അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ്, തെലങ്കാന, കേരളം, ഈ 4 ഭരിക്കുന്നത്. അതിൽ കേരളത്തിൽ മാത്രം എനിക്ക് കൊണ്ട് പാടാൻ മറന്നുപോയി. ബാക്കി 3 സ്ഥലത്ത് ഒരു പാടി. ഇനി ഈ 3 സ്ഥലത്ത് പാടി മുഴുവനായും പാടി എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും വലിയ കാര്യം കോൺഗ്രസിന്റെ AICC ആസ്ഥാനത്ത് മറ്റേ ഈ സ്വാതന്ത്ര്യദിനാഘോഷമുണ്ട്, അതിനും മുഴുവൻ പാടി. അപ്പൊ അതിനും മുഴുവൻ പാടിയപ്പോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇടപെട്ട് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിർത്താനൊക്കെ നോക്കി. പക്ഷെ എന്നിട്ടും അവർ മുഴുവൻ പാടിയിട്ടാണ് നിർത്തിയത്. അതായത് ഇവരുടെ നിലപാട് എന്താണ്? ഇനി അടുത്തത്, ഇത് കഴിഞ്ഞ തവണ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കിയെന്ന് വെച്ചാൽ ഇത് മുഴുവൻ പാടണമെന്നല്ല. പക്ഷെ മുഴുവൻ പാടണമെന്നാണ് കഴിഞ്ഞ തവണ ഒരു നുണയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. പാസ്സാക്കിയ നിയമം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ദേശീയ ഗാനവും ദേശീയ പതാകയും ആരെങ്കിലും അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ അത് പാടുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യായിരുന്നു? അവർക്കെതിരെ നടപടി എടുക്കായിരുന്നു. 4 കൊല്ലത്തേക്കുള്ള ശിക്ഷ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലേക്ക് ഇപ്പൊ ഈ ദേശഭക്തി ഗാനമായിട്ടുള്ള വന്ദേമാതരം കൂടി ഉൾപ്പെടുത്തി. അപ്പൊ അതുപോലും ശരിയല്ല എന്ന് പറഞ്ഞ് കോടതി പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഡയറക്ഷനിൽ കോടതി പോയി കോടതി പറഞ്ഞാൽ അതിന് വെറും നിർദ്ദേശം മാത്രമല്ല, അതെന്താണ് നമ്മൾ പരിഗണിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള നിലപാടിൽ എവിടെ വ്യത്യാസമുള്ളത്? അപ്പൊ പിന്നെ ഇവര് എന്തിനാണ് ഇത്ര കാലം എതിർത്തത്? അപ്പൊ ഇവര് നെഹ്റുവിനെയും മറ്റേ ഗാന്ധിജിയെയും ഇവരെയൊക്കെ തള്ളി പറഞ്ഞു. അതായത് 1937 പാസ്സാക്കിയത് തെറ്റായിപ്പോയ. ഇനി കോൺഗ്രസിന് ഇപ്പോഴും ഇതിലൊരു നിലപാടില്ല. ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, ഇതിങ്ങനെ അറിയാതെ പറ്റിയതാണെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും പറയുന്നു. അത് ഞങ്ങളാകെ കുളമായി പോയി, ഞങ്ങളുടെ പതിവ് പോലെയുള്ള ഞങ്ങളുടെ അശ്രദ്ധയൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ എല്ലാ പരിപാടിക്കും അങ്ങനെയുണ്ട്. ഇവർക്ക് മറ്റേ കൃത്യമായിട്ടൊന്നുമില്ല. പലപ്പോഴും സ്റ്റേജൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്കൊക്കെ ആളുകളെ, അതായത് സദസ്സിൽ 5 പേര്, സ്റ്റേജിൽ 500 പേര് വരും. ലാസ്റ്റ് സ്റ്റേജ് ഇടിഞ്ഞ് താഴേക്ക് വിടും. താങ്കൾക്ക് ഇത് അറിയാച്ചിട്ടാണ്. പണ്ടൊക്കെ പോലെ ഈ മറ്റേ ഒരു ബിട്ട എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവുണ്ട്. ഒരു കാല് പോയതാണ് അദ്ദേഹത്തിന് ഭീകരാക്രമണത്തിൽ, ഏതോ ആക്രമണത്തിൽപ്പെട്ട്. അപ്പൊ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ജാഥ അയച്ചുകൊണ്ടുവരുന്നുണ്ട്. കാരണം അദ്ദേഹം തള്ളി താഴെയിട്ട ആളുകൾ. ഇന്ന് അദ്ദേഹമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ്. പുള്ളിനെ തന്നെ തള്ളി താഴെയിട്ട് ഫ്രണ്ടിൽ കാണുന്ന തിരക്കൂലേ. മനസ്സിലായി? ഇവരുടെ പരിപാടിയൊക്കെ ഇങ്ങനെയാണ്. അതുപോലെ നമ്മുടെ അവിടെയൊക്കെ തന്നെ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് മറ്റേ പരിപാടി എടുത്തു. പരിപാടി എടുത്തിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? എന്താ ചെയ്യണമെന്നറിയാമോ? 2 നേതാക്കന്മാർ തമ്മിൽ വലിയ കുടിപ്പകയും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, മനോരമയിൽ ഒരാൾ കൊണ്ടുവന്ന് വാർത്ത കൊടുക്കും, മറ്റേ പുള്ളിയുടെ പേര് മാത്രം വെട്ടിക്കളയും. അതായത് ഇങ്ങനെ പരിപാടി നടത്തി പ്രസംഗിച്ചത് ഇത്, ബാക്കിയുള്ളത് എന്ന് പറയും. അപ്പൊ ഈ എടുക്കണ ഫോട്ടോയിൽ മറ്റേ പുള്ളി ഉണ്ടാവുമല്ല, എടുക്കണ ഫോട്ടോയിൽ മറ്റേ പുള്ളി കൂടി ഉണ്ടാവും. അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളയും. ഫോട്ടോയുടെ. ഉം. അപ്പൊ ഒരു തവണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ ഒരു പ്രശ്നമായി. കാരണം വെച്ചാൽ ഇയാളെ അടുത്തേക്കണ്, മറ്റേ പുള്ളി അടുത്തേക്കണ്, വേറെ 3-4 പേര് അപ്പുറം ഇപ്പുറം നിൽക്കണം. അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ മറ്റേ പിള്ളേരുടെയും കൂടി പോയി. ഉം. അപ്പൊ അത് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുള്ളി അടുത്ത തവണ എന്ത് ചെയ്യുന്നറിയാമോ, ഇയാളുടെ മാത്രം എടുത്ത് കട്ട് ചെയ്തേക്കണം വരച്ചിട്ട്. അപ്പൊ മനോരമയെ കൊണ്ട് കൊടുത്തത് മനോരമക്കാർ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ കൊണ്ടുവരുന്നത് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇവിടെ, എന്നിട്ട് ഇപ്പുറത്ത് കാണുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കാൻ പറ്റുമെങ്കില കൊടുക്കാൻ പറ്റും. അവര് പിന്നെ ആ ഫോട്ടോ കൊടുത്തില്ല. ഒന്ന് ആലോചിക്കുക. അപ്പൊ അതുപോലെയുള്ള ആൾക്കാരാണ്, എന്ത് ചെയ്യാനാണ്. എന്നിട്ട് ഇന്ന് കെ മുരളീധരൻ പറയണേണ്ട, അത് ചൊല്ലിയതൊക്കെ കറക്റ്റാണ്. കാരണം അല്ലാതെ അത് വന്ദേമാതരം നമ്മളാണ് സ്വാതന്ത്ര്യം നേടിത്തത്, പിന്നെ ആ ഗാനം അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ RSSനെയും സംഘവൽക്കരണത്തിനെയും സംഘപരിവാറിന്റെ നയങ്ങളെയും ഒക്കെ അതിനിശിതമായി വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പാവന് എന്ത് പറയുമെന്ന് അറിയാൻ പാടില്ല. പുള്ളിയുടെ തെറ്റായിരിക്കും ഞാൻ പേരുകളുണ്ട്. പുള്ളി ഇത് അറിഞ്ഞിട്ടില്ല. കാരണം പുള്ളി ആ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പുള്ളിയുടെ മുഖത്തൊരു അങ്കലാപ്പുണ്ട്. കാണുമ്പോ തന്നെ പുള്ളിക്കറിയാം നിർത്തുന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അതിന് എന്ന് പറഞ്ഞാൽ ചാടി വീണ് പാവത്തി പിടിക്കാനൊന്നും പറ്റിയില്ല. എന്താ കാര്യം അറിയാമോ? അതെന്താണെന്ന് മനസ്സിലായത് താങ്കൾക്ക്? നേരത്തെ ആണെങ്കിൽ പാവത്തി പിടിക്കായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോ തടസ്സപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 വർഷം വരെ തടവിന് ശിക്ഷിക്കാം. പുള്ളിയാണെങ്കിൽ ഇപ്പൊ ഒരു കേസ് കഴിഞ്ഞുള്ളൂ. ഒരു കേസ് കോടതി തള്ളിയിട്ട്, അതായത് സവർക്കറ മറ്റേ ഇതാണെന്നും പറഞ്ഞ് ഒരു പ്രസ്താവന നടത്തിയിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് ഇപ്പൊ കട്ടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളു. അപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത്, സവർക്കർ ബ്രിട്ടീഷുകാരുടെ സേവകനായിരുന്നു എന്ന് പറഞ്ഞതിന് ഒരു കേസ് എന്ത് ചെയ്തിപ്പോ കോടതി വെറുതെ വിട്ട്, അത് കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് ഈ പാർട്ടി കൊണ്ട് എങ്ങനെ നടക്കണത്. അതായത് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് പോലും വെളിവ് വെള്ളിയാഴ്ച ഇല്ലെന്ന് കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ? അല്ല, കേരളത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ശരിക്കും ഈ കേരളത്തിൽ കഴിഞ്ഞോണം മിസ്റ്റേക്ക് പറ്റിയല്ലോ. അതായത് മറ്റേ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഒരു അടിയൊക്കെ പറ്റി. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത്തവണ ഇത് പാടോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു ശ്രദ്ധ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയും പാടിപ്പോയേനെ. പിന്നെ ഞാൻ പറയണത് ഇത് പാടിയിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാന്ന് എനിക്ക് മനസ്സിലാവുള്ള. സത്യം പറഞ്ഞ ഇപ്പൊ PM ശ്രീ നടപ്പാക്കുന്നു, ബാക്കിയുള്ള നടപ്പാക്കുന്നു, 10-250 കോടി രൂപയെങ്കിലും വർഷാവർഷം കിട്ടുമെന്ന് വിചാരിക്കുക. കേന്ദ്രത്തിന്റെ കേരളത്തിന് കിട്ടുമെന്നെങ്കിലും വിചാരിക്കുക. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണെന്നുള്ളത്. ഇത് എന്താ ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു വെറും നാണക്കേട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ആദ്യമായിട്ടല്ല. ഇപ്പൊ മറ്റേ ബാബറി മസ്ജിദ് പൊളിച്ച് മറ്റേ അയോധ്യ പണിയെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ഇവർക്ക് അഭിപ്രായമൊന്നുമില്ലായിരുന്നു. അതായത് ഇവരിൽ കുറെ പേര് അതിനെ എതിർക്കുന്നു. ഞങ്ങൾ പങ്കെടുക്കില്ല പരിപാടിയിൽ നിന്ന് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയൊക്കെ പറയുന്നു. അതേസമയം തന്നെ ഇവരുടെ മറ്റേ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി കമൽനാഥ് വെള്ളി ഇഷ്ടികകൾ കൊടുത്തയക്കുന്നു പണിയെ. അതുപോലെ ഉത്തർപ്രദേശിലെ PCC പറയുന്നു ഞങ്ങൾ ഇപ്പൊ പോകുന്നില്ല, പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നീട് അമ്പലത്തിൽ പോകുന്നു പറയുന്നു, അയോധ്യ ക്ഷേത്രത്തിൽ. അങ്ങനെ ഇവർക്ക് ഒന്നിലും നിലപാട് ഇല്ല. ഒന്ന് ആലോചിച്ചു, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി. സത്യം വന്നിട്ടുണ്ടെങ്കിൽ CJP ഒക്കെ എങ്ങനെ ഇവിടെ വളരാതിരിക്കണെന്ന് ഞാനല്ലേ. കാരണം ഇവരുടെ ഒപ്പം നിന്നിട്ട് ഒരു കാര്യമില്ല. ഇവരുടെ ആത്മാർത്ഥത കുറവാണ് എന്നുള്ളത് നമ്മുടെ സോനം വാങ്ചുക്കിന്റെ ഭാര്യ ആങ്മൈ വാങ്ചു അവര് തന്നെ പറഞ്ഞിരുന്നു. അവര് പറഞ്ഞത് ശരിയാണല്ലോ. ഇവർക്ക് എന്തിനാ ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി. അഖിലക്കേന്റെ ഗൗരവം മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ ഈ സ്ഥാപനത്തിന്റെ MD നമ്മളോടൊരു കാര്യം പാടരുത് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് പോയി. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കണേ, ലാസ്റ്റ് അത് പാടുന്നു. അപ്പൊ ഞാൻ കേട്ടിരിക്കണേന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞേ നിർത്ത് എന്നൊക്കെ പറഞ്ഞ്, അതായത് എനിക്ക് അപ്പൊ പോലും ഇത് എന്താ സംഭവിക്കണേത് ചെയ്യാൻ പറ്റാതെ. പക്ഷെ അത്ര പോലും ബോധമില്ലാത്തവരാണോ എവിടാ? ഇത് പഞ്ചായത്ത് ഓഫീസല്ലേ ഇത്, മണ്ഡലം കമ്മിറ്റി ഓഫീസോ മറ്റേ ജില്ലാ കമ്മിറ്റി ഓഫീസോ അല്ല, അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്ന ആളുകൾക്ക് ഇത്ര പോലും വെളിവ്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു അസംബന്ധമാണ് ഈ കാണിക്കണേന്നുള്ളതാണ്. എന്നിട്ട് അതിന് ശരിക്കും പറഞ്ഞാൽ മുരളീധരൻ ഒരു അഭിപ്രായം പറയുന്നു, അവിടെ പറയുന്നു അറിയാതെ പറ്റിയാന്ന് പറയുന്നു, വേറെ അഭിപ്രായം പറയുന്നു. ഇനി വേറെ എന്തൊക്കെ ഇനി രാത്രി വരെ കേൾക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ശരിക്കും പറഞ്ഞാൽ സതീശനാണെങ്കിൽ ഒന്ന് മേനി നടിച്ച് കണ്ട ഞങ്ങളിവിടെ പാടിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ഇതേ അഖിലേന്ത്യാ കോൺഗ്രസും പാടിയേക്കുന്നത്, കർണാടകത്തിലും പാടിയേക്കുന്നത്, അരുണാചൽ പ്രദേശിൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും ഇവിടെ പാടിയേക്കണം. അതും പറഞ്ഞേക്കുക. അപ്പോഴാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ എന്ത് ചെയ്തേക്കുന്നത്. ഇപ്പൊ നാളെ CPM ഭയങ്കര നഖശികാന്ത് എതിർക്കണേ, രണ്ട് CPM പാടി എങ്ങനെ ഉണ്ടാവും കേന്ദ്ര കമ്മിറ്റിയില്? എന്ത് ഇവര് കാണിക്കണത് എനിക്കറിയില്ല. രാഷ്ട്രീയ പാർട്ടിയാണോ അതോ ക്ലബാണോ എന്ന് സംശയം. തോന്നിയവർക്ക് തോന്നിയ പോലെയൊക്കെ എന്ത് ചെയ്തിട്ട് പോവാം, കാണിച്ചിട്ട് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.
ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ അവസ്ഥയിൽ ഒട്ടും സംഭവിക്കാൻ പാടില്ല. എന്താ കാര്യം എന്നറിയോ? ഇത്രയും കാലം രാഹുൽ ഗാന്ധിക്ക് അത്ര വലിയ ഇമേജ് ഉണ്ടായിരുന്നില്ല, വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പണ്ട് ആളുകൾ പപ്പു എന്നൊക്കെ വിളിച്ചിരുന്നു. ഉം. അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്, വളരെ സ്ഥൈര്യമുള്ളൊരു നേതാവ്, ധൈര്യത്തോടെ പ്രതികരിക്കാനുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കണേന്ന്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങാട് നമ്മളെ കുറിച്ച് ആളുകൾ നല്ല പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ